ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്ന പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്ന് ദാനിയേൽ തൻ്റെ ദൈവത്തിൻ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്ന് രാജാവിൻ്റെ വിരോധ കൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് രാജാവ് മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പു തന്നെ എന്നുത്തരം കൽപ്പിച്ചു. അതിന് അവർ രാജസന്നിധിയിൽ, രാജാവേ, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയെയാകട്ടെ തിരുമനസ് കൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്നുണർത്തിച്ചു. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന്, രാജാവെ, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാർസികളുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവോട് ഉണർത്തിച്ചു. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതെ ഇരിക്കേണ്ടതിന് രാജാവ് തൻ്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. നമുക്ക് പരിചിതമായ ഒരു വേദഭാഗമാണ് നാം ഈ വായിച്ചു കേട്ടതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദാനിയേൽ പ്രവചനത്തിലെ എല്ലാ അധ്യായമൊന്നും ഒരുപക്ഷെ നാം വായിച്ചിട്ടുണ്ടാകത്തില്ല. എന്നാൽ ദാനിയേൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സിംഹക്കുഴിയിലേക്ക് വീണ മനുഷ്യനായും സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ദാനിയേലിനെ രക്ഷിച്ച കഥയുമൊക്കെ വളരെ ചെറുപ്പം മുതലേ വേദപുസ്തകത്തിലെ കഥകളൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ നാം ഒക്കെ പഠിച്ചിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഇവിടുത്തെ ഏറ്റവും അവസാനം ഞാൻ വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയാണ്. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. ബാബിലോണിയൻ രാജാവായിരിക്കുന്ന ദാരിയേവേഷ് രാജാവ് തൻ്റെ മുദ്രമോതിരം കൊണ്ട് സീല് വെച്ച ഒരു കൽപ്പനയുണ്ട്. തന്നെയല്ലാതെ മറ്റാരെയെങ്കിലും 30 ദിവസം സേവിക്കുന്ന ഒരാളെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് തള്ളിയിടും. ഇതായിരുന്നു കൽപ്പന. രാജാവ് പുറപ്പെടുവിച്ച കൽപ്പന നിവർത്തിയാക്കുവാൻ വേണ്ടിയാണ് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇട്ടത്. പക്ഷേ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇടുന്ന കാര്യം വന്നപ്പോൾ ഇവിടെ നാം വായിക്കുന്നു, രാജാവ് അത്യന്തം വ്യസനിച്ചു. സൂര്യൻ അസ്തമിക്കുവോളം എങ്ങനെയെങ്കിലും ദാനിയേലിനെ രക്ഷിക്കണമെന്നുള്ള തോന്നൽ രാജാവിൻ്റെ ഉള്ളിലുണ്ടാകുന്നു. നമ്മളിപ്പോൾ വായിച്ച വാക്യം, ഞാൻ വീണ്ടും എടുത്ത് വായിച്ച വാക്യം പറയുന്നു, രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. തൻ്റെ സന്നിധിയിലേക്ക് വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. മാത്രമല്ല, ഉറക്കം അവനെ വിട്ടുപോയി. ഒരു ദേശത്തിലെ രാജാവിനെ ഇത്രത്തോളം സ്വാധീനിക്കണമെങ്കിൽ, ഇത്രത്തോളം രാജാവിൻ്റെ ഉറക്കം കെട്ടുപോകണമെങ്കിൽ, തനിക്ക് ഭക്ഷണം വേണ്ട എന്ന് തോന്നണമെങ്കിൽ, തൻ്റെ ജീവിതത്തിലെ താൻ സ്ഥിരം ചെയ്തു വരുന്ന ചില ജീവിതചര്യകളൊക്കെ വേണ്ട എന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ആരായിരുന്നിരിക്കണം?
തൻ്റെ ദേശത്തിൽ ജനിച്ചു വളരാഞ്ഞ ഒരു വ്യക്തിത്വമാണ് ദാനിയേൽ. എന്നിട്ടും എങ്ങനെ ദാനിയേൽ എന്ന് പറയുന്ന ഈ മനുഷ്യന് രാജാവിൻ്റെ ഹൃദയത്തിൽ ഇത്തരത്തിൽ ഒരു സ്ഥാനമുണ്ടായെന്നുള്ളതാണ്. അതിനുവേണ്ടി ആരായിരുന്നു ദാനിയേൽ, അല്ലെങ്കിൽ ദാനിയേലിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടുന്നത് നമുക്ക് ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് ദാനിയേൽ ഈ രാജ്യത്ത് വന്നുപെട്ടതെന്നും ഇപ്പോൾ രാജാവിൻ്റെ അടുക്കലുള്ള ഈ ഒരു സ്ഥാനം ലഭിച്ചതെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് എങ്ങനെയാണ് രാജാവിൻ്റെ ഹൃദയത്തിൽ ഇത്തരത്തിലൊരു സ്ഥാനമുണ്ടായതെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇവിടെ ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടുത്തെ 1-ാം വാക്യം പറയുന്നു, യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. യഹൂദയിലെ രാജാവായിരിക്കുന്ന യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ സമയത്ത് ബാബിലോണിലെ രാജാവ് നെബൂഖദ്നേസർ രാജാവായിരുന്നു. ഈ നെബൂഖദ്നേസർ രാജാവ് യെരുശലേമും യഹൂദായും ഒക്കെ പിടിച്ചടക്കുകയും അവിടെ ഉണ്ടായിരുന്ന പല വസ്തുക്കളും അതുപോലെ തന്നെ പല മനുഷ്യരെയും അവിടെ നിന്ന് തൻ്റെ രാജ്യമായിരിക്കുന്ന ബാബിലോണിലേക്ക് അടിമകളായി ഒക്കെ പിടിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ പശ്ചാത്തലം. ഈ അടിമകളായി പിടിച്ചുകൊണ്ടുവന്ന യൗവനക്കാരിൽ ഒരുവനായിരുന്നു ദാനിയേൽ. ഇനി ആ അധ്യായത്തിൻ്റെ കുറച്ച് വാക്യങ്ങളൂടി വായിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടുത്തെ 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മുതൽ, 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മുതൽ ഇങ്ങനെ നാം വായിക്കുന്നു, ഇസ്രായേലിൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിൽ നിന്ന് കുറേ അധികം ചെറുപ്പക്കാരെ അടിമകളായി പിടിച്ചുകൊണ്ടുവരുന്നു. അവരിൽ നിന്ന് അവരുടെ ഒരു ക്രീമി ലെയർ എന്നൊക്കെ പറയാവുന്ന ഏറ്റവും മിടുക്കന്മാരായ, പുതിയ കാര്യങ്ങളൊക്കെ വേഗത്തിൽ പഠിച്ചെടുക്കുന്നവന്മാര്, കണ്ടാൽ സൗന്ദര്യമുള്ളവന്മാര്, ജ്ഞാനമുള്ളവര്, പരിജ്ഞാനികള്, ഇങ്ങനെയുള്ള കുറേ മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയ വെച്ചിട്ട് കുറച്ചു പേരെ സിലക്ട് ചെയ്യുവാനായിട്ട് രാജാവ് കൽപ്പിക്കുന്നു. അങ്ങനെ സിലക്ട് ചെയ്യപ്പെട്ട കുറച്ച് ബാലന്മാരിൽ ഒരുവനായിരുന്നു ദാനിയേൽ. അവരെ എന്തിനു വേണ്ടിയാണ് രാജാവ് സെലക്ട് ചെയ്തതെന്നറിയാമോ? ഈ ബാബിലോൺ ദേശത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ദേശത്തെ പുതിയ പുതിയ അപ്പോയിൻമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചെറുപ്പക്കാരെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ദേശത്തെ ഭാഷയും വിദ്യയും ഒക്കെ പഠിപ്പിക്കുവാനായി ഒരു കൽപ്പന കൊടുക്കുന്നു. അവിടെ നിന്ന് നാം മുമ്പോട്ട് വായിക്കുമ്പോൾ ഇവർക്കൊക്കെ പുതിയ പേര് നൽകുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. 6-ാം വാക്യത്തിൽ അവരുടെ കൂട്ടത്തിൽ, അതായത് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ചെറുപ്പക്കാരുടെ മിടുക്കന്മാരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദാപുത്രന്മാർ ഉണ്ടായിരുന്നു. ഇവർക്ക് പുതിയ പേരുകളെ നൽകുന്നതായിട്ട് നാം ഈ ഭാഗത്ത് വായിക്കുന്നുണ്ട്. 7-ാം വാക്യത്തിൽ ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബേൽഷസർ എന്നും, ഹനന്യാവിന് ഷദ്രക് എന്നും, മീശായേലിന് മേശക് എന്നും, അസര്യാവിന് അബേദ്നഗോ എന്നും പേര് വിളിച്ചു. ഷദ്രക്, മേശക്, അബേദ്നഗോ എന്നൊക്കെയുള്ള പേര് നമുക്ക് പരിചിതമാണ്. കാരണം എരിയുന്ന തീച്ചുളയിലേക്ക് വലിച്ചെറിയപ്പെട്ട 3 ചെറുപ്പക്കാരായി നാം പഠിച്ചിട്ടുള്ളതാണ് ഷദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നഗോവിൻ്റെയും ഒക്കെ അനുഭവം. എന്നാൽ ഇന്ന് നമ്മളുടെ ധ്യാനം ദാനിയേലിനെ കുറിച്ചായതുകൊണ്ട് ആ ഒരു ഭാഗമൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തിത്വം എന്തുകൊണ്ടാണ് ഈ ഒരു ദേശത്ത് വന്നിട്ട് അവിടുത്തെ രാജാക്കന്മാരുടെ ഹൃദയത്തിൽ ഇത്ര വലിയൊരു സ്ഥാനം അവന് ലഭിക്കാൻ ഇടയായി തീർന്നതെന്നാണെന്നോ ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം. അതിലെ 1-ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില പ്രത്യേക സവിശേഷതകൾ. വാട്ട് വർ ദ ക്വാളിറ്റീസ് ദാറ്റ് വർ ഇൻ ദ ലൈഫ് ഓഫ് ഡാനിയേൽ? ദാനിയേലിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ചില സവിശേഷതകളെ കുറിച്ചാണ് ഈ രാത്രിയിൽ നാം ധ്യാനിക്കുവാനായി ഒരുങ്ങുന്നത്. ഇവിടുത്തെ 8-ാമത്തെ വാക്യം ഏറെ ശ്രദ്ധ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ടുന്ന ഒരു വാക്യമാണ്. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും
അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഇവിടെ നാം വായിച്ചതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദാനിയേല് മറ്റു ചെറുപ്പക്കാരോടൊപ്പം ഈ പുതിയ ദേശത്തെ വിദ്യയും ജ്ഞാനവും ഭാഷയും ഒക്കെ പഠിക്കുവാനായി ഒരുങ്ങുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പേരൊക്കെ മാറ്റപ്പെടുന്നുണ്ട്. ദാനിയേലിനൊരു പുതിയ പേര് ഈ ദേശത്ത് നൽകുന്നുണ്ട്, ബേൽ ഷസർ എന്നുള്ളതാണ്. ഈ പറഞ്ഞിരിക്കുന്ന പേരുകളൊക്കെ തന്നെ ബാബിലോണിലെ വ്യത്യസ്തമായ ദേവന്മാരുടെ പേരുകളൊക്കെയാണ്. നമുക്കറിയാം, നമ്മുടെ പേരെന്ന് പറയുന്നത് നമ്മളുടെ ഐഡന്റിറ്റിയാണ്, അല്ലേ? ഇപ്പോൾ ഇവിടെ പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ പേരാണ് പറഞ്ഞത്. പ്രീന മാത്യു എന്നുള്ളത് എൻ്റെ പേരാണ്, എൻ്റെ ഐഡന്റിറ്റി, എൻ്റെ അസ്തിത്വമാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ അങ്ങനെ ഒരു പേരുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പെട്ടെന്ന് പ്രീന എന്ന് വിളിച്ചാൽ ഞാൻ മാത്രമേ അതിനോട് പ്രതികരിക്കത്തുള്ളൂ. കാരണം എന്താ? ആ പേരെന്ന് പറയുന്നത് ഞാൻ ജനിച്ച നാള് മുതൽ എൻ്റെ സ്വന്തമായി ഞാൻ കൊണ്ടു നടക്കുന്ന ഒന്നാണ്. ഈ പേരിനെ എൻ്റെ അനുവാദമില്ലാതെ ആർക്കും മാറ്റുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഈ അടിമകളായി കടന്നു വന്നിരിക്കുന്ന ചെറുപ്പക്കാരുടെ പേരുകളൊക്കെ അവരുടെ അനുവാദമൊന്നുമില്ല, കാരണം അവർ അടിമകളാണ്. പുതിയൊരു ദേശത്തേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യമെല്ലാം അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പുതിയ ദേശത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് അവരുടെ പേരുകൾ മാറ്റപ്പെടുന്നു. നമ്മുടെ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റിക്ക് തന്നെ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് ഒരു പേര് മാറ്റം എന്നൊന്നും പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്താറില്ല. കാരണം നമ്മുടെ പേരെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ പേരോടൊക്കെ ചേർത്ത്, നമ്മളുടെ അപ്പൻ്റെ പേരോട് ചേർത്ത്, ഒരു സ്ത്രീയാണെന്നുള്ളതെങ്കിൽ വിവാഹത്തിന് ശേഷം നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഭർത്താവിൻ്റെ പേരിനോടൊക്കെ ചേർത്തൊരു മാറ്റം. അപ്പോൾ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ പേരുകളാണ്. ഇവിടെ ദാനിയേലിൻ്റെയും കൂടെ വന്ന ചെറുപ്പക്കാരുടെയും ഒക്കെ ഒരു പേര് മാറ്റം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പേര് മാറ്റമൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും ദാനിയേൽ തൻ്റെ ജീവിതത്തിൽ താൻ പഠിച്ചു വന്ന, തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ചില വിശ്വാസ മൂല്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുവാൻ തയ്യാറാകുന്നില്ല എന്ന് ഈ 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്നാണ് നാം ഇപ്പോൾ വായിച്ച വാക്യം. അതായത് രാജാവിൻ്റെ മേശയിൽ വിളമ്പുന്ന ഭോജനമോ അവിടുത്തെ പാനീയമോ ഒരു കുറഞ്ഞ ക്വാളിറ്റി ആയതുകൊണ്ടല്ല ദാനിയേൽ വേണ്ട എന്ന് വെക്കുന്നത്. മറിച്ച് ബാബിലോണിലെ സംസ്കാരം അനുസരിച്ച് അവരുടെ ഭക്ഷണപാനീയങ്ങളൊക്കെ തന്നെ അവരുടെ ദേവന്മാരുടെ മുൻപിൽ കാഴ്ച അർപ്പിച്ചതിന് ശേഷമാണ് അവിടുത്തെ ജനം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വേണ്ട എന്ന് വയ്ക്കുവാൻ ദാനിയേൽ തീരുമാനിക്കുന്നു. കാരണം ദാനിയേൽ ഒരു യഹൂദനാണ്, ഒരു യഹൂദ മതത്തിൽ ജനിച്ചു വളർന്നവനാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക് മാറ്റി പറിച്ചു നട്ടപ്പോഴും ദാനിയേലിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ ലഭിച്ച മൂല്യങ്ങളെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ നിൽക്കുവാൻ ദാനിയേൽ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് രാജാവിൻ്റെ മേശയിൽ വിളമ്പുന്ന ഭോജനവും പാനീയവും തനിക്ക് വേണ്ട. കാരണം അത് തൻ്റെ ശരീരത്തെയും തൻ്റെ വിശ്വാസത്തെയും തൻ്റെ വ്യക്തിത്വത്തെയും അശുദ്ധമാക്കും എന്ന് ദാനിയേൽ വിശ്വസിക്കുകയാണ്. ഈ ഒരു കാര്യം നമ്മളോട് ഓരോരുത്തരോടും സ്വയം ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളാക്കി ഞാൻ മാറ്റുകയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്നാ പറയുന്നത്. അതായത് അവിടെ ദാനിയേലിനെ ആരും നിർബന്ധിക്കുന്നില്ല ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ. അവിടെ ദാനിയേലിൻ്റെ അപ്പനും അമ്മയും കൂടെയില്ല, സഹോദരങ്ങള് കൂടെയില്ല, തന്നെ ജീവിതത്തിൽ അതുവരെ വളർത്തിയ മുതിർന്നവരാരും ദാനിയേലിനൊപ്പമില്ല. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് മറ്റൊരു രാജ്യത്ത് വന്ന് ഒരു അടിമയായി നിൽക്കുമ്പോഴും തന്നെ ഭരിക്കുന്ന ചിന്തയെന്ന് പറയുന്നത് തനിക്ക് അതുവരെ ലഭിച്ചിട്ടുള്ള വിശ്വാസ പൈതൃകമാണ്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ധാരാളം പേരെൻ്റെ മുൻപിലുണ്ടല്ലോ. ഈ ഇടവകയിലെ തന്നെ എത്രയോ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഈ ഇടവകയിൽ നിന്ന് മാറി ഇന്ന് ഇന്ത്യയിലെ തന്നെ മറ്റു ഭാഗങ്ങളിലും ഒരുപക്ഷെ വിദേശത്തുമൊക്കെ മാറ്റി പറിച്ച് നട്ടപ്പെട്ടവരുണ്ടാവാം. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഈ ഇടവകയിൽ നിന്ന് കഴിഞ്ഞ 25 വർഷങ്ങൾ കൊണ്ട് ലഭിച്ച വിശ്വാസ പൈതൃകവും ഭവനത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസ പൈതൃകവും കൈവിടാതെ നമ്മുടെ തലമുറയൊക്കെ ഇന്ന് വിദേശങ്ങളിലുണ്ട് എന്ന് നമുക്ക് തൻ്റെ ഇടത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ പറയുവാനായിട്ട് സാധിക്കുമോ?
ഹൃദയത്തിൽ നിശ്ചയിച്ച ചില തീരുമാനങ്ങൾ എടുക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ഇടവകയിൽ കഴിഞ്ഞ 25 വർഷങ്ങൾ കൊണ്ട് വളർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ആത്മാഭിമാനത്തോടെ പറയുവാനായിട്ട് സാധിക്കുമോ? ഇവിടെയാണ് ദാനിയേൽ എനിക്കും നിങ്ങൾക്ക് മുൻപിൽ ഒരു വെല്ലുവിളിയായി തീരുന്നത്. സ്വന്തം മാതാപിതാക്കളുടെ കണ്ണിന് മുൻപിൽ നിന്ന് മാറിയപ്പോൾ, തന്നെ വളർത്തിയവരുടെയൊക്കെ കൺവെട്ടത്ത് നിന്ന് ദൂരത്തായപ്പോഴും ദാനിയേലിനെ സംബന്ധിച്ച് തനിക്ക് ലഭിച്ച വിശ്വാസ പൈതൃകത്തെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ള ഒരു ചെറുപ്പക്കാരനായി ദാനിയേലിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടല്ലേ തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചുവെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹി ഡിസൈഡഡ് ഇൻ ഹിസ് ഹാർട്ട് നോട്ട് ടു ഡിഫൈൽ ഹിംസെൽഫ്. തൻ്റെ ഹൃദയത്തിൽ അവൻ നിശ്ചയിക്കുകയാണ് തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന്. കാരണം അവനറിയാം, അവൻ്റെ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെ അന്യദൈവങ്ങളുടെ മുൻപിൽ കാഴ്ചവെക്കുന്ന ഒരു വസ്തു തനിക്ക് ഭക്ഷിക്കുവാനായി തൻ്റെ വിശ്വാസം അവൻ അവകാശം നൽകുന്നില്ല എന്നുള്ളത് അവൻ്റെ രാജ്യത്ത് വെച്ച് പഠിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് വളരെ ധൈര്യത്തോടുകൂടെ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുവാൻ ദാനിയേലിന് സാധിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: നമ്മളെ അശുദ്ധമാക്കുന്നത് എന്ത് എന്ന് ഈ കാലഘട്ടങ്ങളിൽ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്തിനോട് യെസ് പറയണം, എന്തിനോട് നോ പറയണം, എന്തിനോട് വേണമെന്നും എന്തിനോട് വേണ്ട എന്നും പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ അശുദ്ധമാക്കുന്നത് എന്ത് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേചന ശക്തി നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്കതിന് സാധിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ വിശ്വാസിയോട് ഞാൻ ചോദിക്കുകയാണ്, ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവരായി നമ്മളൊക്കെ മാറിയിട്ടില്ലേ? എല്ലാ കാര്യങ്ങൾക്കും നമ്മുടേതായ ചില കോംപ്രമൈസസുമായി നമുക്ക് ജീവിക്കുന്നില്ലേ? എങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ല, ഞായറാഴ്ച ദിവസം മാത്രം വന്ന് ദൈവത്തെ ആരാധിച്ച് മടങ്ങിപ്പോയാൽ മതി, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എങ്ങനെ ജീവിച്ചാലും സാരമില്ല എന്നുള്ളൊരു തോന്നലൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നില്ലേ? കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പഠിക്കുന്ന ഇടത്ത്, അല്ലെങ്കിൽ അതിൽ മുതിർന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ഹൃദയത്തിൽ നിശ്ചയിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിനനുസരിച്ച് എന്തുറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? നമ്മൾ വസിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന എന്ത് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് നമ്മളുടെ ജീവിതത്തിലുണ്ട്? ദാനിയേൽ എത്ര ധൈര്യത്തോടു കൂടിയാണ് മറ്റൊരു ദേശത്ത്, അതും രാജാവിൻ്റെ കൽപ്പനയാണെന്ന് ഓർക്കണം, അതിനെ തെറ്റിച്ചാൽ ഒരുപക്ഷെ മരണത്തിന് വരെ വിധേയപ്പെടേണ്ടി വന്നേക്കാം, പക്ഷേ അവിടെ ഇത്ര ധൈര്യത്തോടുകൂടെ ദാനിയേലിനൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നു. കാരണം തൻ്റെ വിശ്വാസ പൈതൃകത്തിന് ചേരാത്തതൊന്നും തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ളതാണ്. തന്നെ അശുദ്ധമാക്കുന്നത് എന്ത് എന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം ഉയരത്തിൽ നിന്ന് പ്രാപിച്ച ദാനിയേലിനെ സംബന്ധിച്ച് ഹി ന്യൂ വെയർ ടു സേ നോ. വേണ്ട എന്ന് വെക്കുവാൻ ദാനിയേലിന് സാധിച്ചു. അതുകൊണ്ടാണ് ഹൃദയത്തിൽ അവൻ നിശ്ചയിച്ചു എന്ന് പറയുന്നത്. ആരുടെയും നിർബന്ധത്തിലല്ല, ആരും അവനോട് നീ ഇന്ന തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ടല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ അവൻ തീരുമാനിക്കുകയാണ്, എൻ്റെ സാക്ഷ്യ ജീവിതത്തിന് ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുവാൻ സാധിക്കുന്നു. നമ്മളെ അശുദ്ധമാക്കുന്നത് എന്താണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? ഒരു കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് പറയാമായിരുന്നു, മദ്യം നമ്മളെ അശുദ്ധമാക്കുന്നു, പുകവലി നമുക്ക് ചേർന്നതല്ല. എന്നാൽ ഇന്ന് നമ്മളെ അശുദ്ധമാക്കുന്നത് അതൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ അപകടകരമായ പലതും എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിലും നമ്മുടെയൊക്കെ കയ്യിലുമുണ്ട്. നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന, നാം ഒക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സ്, മൊബൈലിൽ നാം കാണുന്നതെല്ലാം നമ്മെ ശുദ്ധമാക്കുന്നതാണോ? നമ്മുടെ വിശ്വാസ പൈതൃകത്തിന് ചേരുന്നതാണോ? നാം അതിൽ കാണുന്നതും നാം കേൾക്കുന്നതും നാം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതും നാം ഷെയർ ചെയ്യുന്നതും നാം ഫോളോ ചെയ്യുന്നതും ഒക്കെ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ അശുദ്ധമാക്കുന്ന പലതും നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഭവനത്തിന് പുറത്തു പോകുമ്പോഴാണ് നമ്മളൊക്കെ ശുദ്ധമില്ലാത്തവരായി പോകുന്നതെന്ന് കരുതരുത്. ഇന്ന് നമ്മുടെയൊക്കെ മുറികളിൽ തന്നെ നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന അനേക ശക്തികളുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. ഇതിന് പ്രായവ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. നമ്മുടേതായ രഹസ്യ സ്വഭാവങ്ങൾ മറ്റാർക്കും അറിയാതെ ജീവിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കില്ലേ? നമ്മുടെ ബെഡ്റൂമുകളിൽ, നമ്മുടെ രഹസ്യ സ്പേസുകളിലൊക്കെ എത്രത്തോളം നമ്മെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന സ്വഭാവ ശീലങ്ങൾ നമുക്കുണ്ട്. നമ്മളെ അശുദ്ധമാക്കുന്ന എന്തൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നാം കൊണ്ടു നടക്കുന്നുണ്ട്. ഇതിനോടൊക്കെ വേണ്ട എന്ന് പറയുവാനുള്ള സമയം വിശ്വാസ ജീവിതത്തിൽ അതിക്രമിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ദാനിയേൽ എനിക്കും നിങ്ങൾക്ക് മുൻപിൽ ഒരു വെല്ലുവിളിയാണ്. എന്തിനോട് നോ പറയാൻ, നോ പറയണമെന്നുള്ളത് തിരിച്ചറിയുവാൻ.
എന്താണ് എന്നെ അശുദ്ധമാക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ വ്യക്തമായ ഒരു പേഴ്സണൽ സ്പേസും ഒരു പബ്ലിക് സ്പേസും ഉണ്ടല്ലോ. ആരും അറിയാത്തൊരു മുഖം നമുക്കുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വചനം പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും എൻ്റെ രഹസ്യ ജീവിതം അറിയത്തില്ലല്ലോ, നിങ്ങൾക്ക് ആർക്കും എന്നെ വ്യക്തിപരമായി അറിയത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ എനിക്ക് സാധിക്കുന്നത്. എന്നാൽ എന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധമാണ് ഈ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ എൻ്റെ ഉള്ളിൽ ഒരു ഭയം നൽകേണ്ടുന്നത്. നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നാം എത്രത്തോളം ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരെ കബളിപ്പിച്ച് ജീവിക്കുവാനുള്ള എല്ലാ ആക്സസിബിലിറ്റിയും ഇന്ന് ലോകം നമുക്ക് തരുന്നുണ്ട്. ഒരു പബ്ലിക് ഫേസും ഒരു പേഴ്സണൽ ഫേസും ഉള്ളവരായി നമ്മളൊക്കെ മാറുന്നു. നമ്മുടെ രഹസ്യ ഇടങ്ങളിൽ ഞാൻ ആരാണ് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സാക്ഷ്യം. അതുകൊണ്ട് ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യമായി മാറണം. ദാനിയേലിനെ പോലെ മറ്റാരുടെയും കമ്പൾഷനിലല്ല, പബ്ലിക്കിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ചില തീരുമാനങ്ങൾ ഹൃദയത്തിൽ നിശ്ചയിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നാം ആ ഭാഗത്ത് വളരെ മനോഹരമായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 8-ാം വാക്യത്തിൽ തന്നെ, തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് ദാനിയേൽ അപേക്ഷിച്ചു. 9-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കണം. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുൻപിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുൻപിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഞാൻ അതിനെ ഇങ്ങനെയൊന്ന് പറയാൻ ആഗ്രഹിക്കട്ടെ. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ബാക്കി സ്റ്റെപ്പുകളെല്ലാം ദൈവം എടുക്കും. ഒരിക്കലും ഈ ഷണ്ഡാധിപന്റെ ഹൃദയത്തിൽ ദാനിയേലിനോട് ദയ തോന്നേണ്ടുന്ന കാര്യമില്ല. കാരണം ഷണ്ഡാധിപൻ ആരോടാണ് ഉത്തരം പറയേണ്ടുന്നത്? രാജാവിനോട് ഉത്തരം പറയേണ്ടുന്നവനാണ്, രാജകൽപ്പന അനുസരിക്കേണ്ടുന്നവനാണ്. എന്നാൽ ദാനിയേൽ ദൈവത്തിന് വേണ്ടി ഒരു പടി മുൻപോട്ട് ചവിട്ടിയപ്പോൾ ബാക്കി എല്ലാ പടികളും ചവിട്ടുവാൻ തക്കവണ്ണം ദൈവം ദാനിയേലിന്റെ ജീവിതത്തിൽ അവസരങ്ങളെ തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. നമ്മൾ ഓർക്കണം, ദൈവത്തിന് വേണ്ടി ഞാനും നിങ്ങളും എടുക്കുന്ന ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ പല വഴികളെയും തുറക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. പക്ഷെ ആ ഒരു ഒറ്റ സ്റ്റെപ്പ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് നോക്കിയിരിക്കുന്നു. നാം ഭയന്നും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും പിന്നോട്ട് നിൽക്കുമ്പോൾ നമുക്ക് മുൻപിൽ തുറക്കപ്പെടേണ്ടുന്ന അനേക വഴികൾ തുറക്കപ്പെടാതെ പോകുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏത് വഴികളെ അടയ്ക്കണമെന്നും ഏത് വഴികളെ തുറക്കണമെന്നും എൻ്റെ സ്വർഗത്തിലെ കർത്താവിനറിയാം. ഇവിടെ ദാനിയേൽ ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്തു. എൻ്റെ വിശ്വാസ ജീവിതത്തിനെതിരായിട്ടുള്ളതൊന്നും എൻ്റെ ജീവിതത്തെ അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നും ഉറച്ച ഹൃദയത്തിൽ നിശ്ചയിക്കുന്ന ദാനിയേലിനോട് ചേർന്ന് മുൻപോട്ട് യഹോവയായ ദൈവം ഷണ്ഡാധിപന്റെ ഹൃദയത്തിൽ ദയയും കരുണയും വരുത്തുവാൻ തക്കവണ്ണം ഇടപെട്ടു എന്ന് നാം മറന്നു പോകരുത്. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ, നമുക്ക് ചുറ്റിനുമുള്ളവരൊക്കെ, നാം ഇപ്പോൾ പാടിയപ്പോൾ പറഞ്ഞല്ലേ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമാണ്. ഈ ലോകത്തിൽ നമുക്ക് ചുറ്റിനും നിൽക്കുന്നവരൊക്കെ നമുക്ക് പ്രതികൂലമാണെന്ന് തോന്നുമ്പോഴും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്നുള്ള ഉറപ്പാണ് കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കേണ്ടുന്നത്, പ്രേരിപ്പിക്കേണ്ടുന്നത്. അതുകൊണ്ട് ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്ന 1-ാമത്തെ പാഠം, നിനക്ക് അശുദ്ധി വരുത്തുന്നത് എന്തെന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നിനക്ക് ഈ കാലത്തുണ്ടാവേണ്ടുന്നത് ആവശ്യമാണ്. അശുദ്ധി വരുത്തുന്നത് എന്തെന്ന് അറിയുവാനുള്ള ജ്ഞാനം മാത്രമല്ല, അശുദ്ധി വരുത്തുന്നത് എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് വെക്കുവാനുള്ള ധൈര്യവും നമുക്കുണ്ടാകുമ്പോഴാണ് നാം വസിക്കുന്ന സമൂഹത്തിൽ ഒരു സ്വാധീനമായി മാറുവാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് എന്താണ് ദാനിയേൽ ഈ സന്ധ്യയിൽ നമ്മെ പഠിപ്പിക്കുന്നത്? അവിടെ നിന്ന് 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2-ാമത്തെ അധ്യായത്തിന്റെ ആരംഭവാക്യം ഇങ്ങനെ പറയുന്നു: നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു, അവന് ഉറക്കമില്ലാതെയായി. അപ്പോൾ രാജാവ് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. ഈ സ്വപ്നം കാരണം രാജാവ് വല്ലാതെ വ്യാകുലപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. രാജാവിന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇത്രയധികം വ്യാകുലപ്പെട്ട് നിൽക്കുന്ന രാജാവിന്
എന്താണ് ഈ സ്വപ്നം പറയുന്നതെന്ന്, അല്ലെങ്കിൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് അറിയുവാനുള്ള വലിയൊരു വാഞ്ചയുണ്ടാകുന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ കൊട്ടാരത്തിൽ ഏറ്റവും ജ്ഞാനമുണ്ട് എന്ന് കരുതുന്ന എല്ലാവരെയും രാജാവ് വിളിച്ചു കൂട്ടുന്നു. അവരോടൊക്കെ പറയുന്നു, ഞാനൊരു സ്വപ്നം കണ്ടു, അതെന്നെ വല്ലാതെ വ്യാകുലപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു തരണം. പക്ഷെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, രാജാവിന് സ്വപ്നം എന്താണെന്ന് ഓർമ്മയില്ല. രാജാവിന് സ്വപ്നം എന്താണെന്ന് ഓർമ്മയില്ല. രാജാവ് തൻ്റെ ചുറ്റിനും നിൽക്കുന്നവരോട് പറയുന്നു, നിങ്ങൾ സ്വപ്നവും പറയണം, അതിൻ്റെ വ്യാഖ്യാനവും പറയണം. ഐ നീഡ് ദ ഡ്രീം ആൻഡ് ഓൾസോ ദ ഇന്റർപ്രിട്ടേഷൻ. സ്വപ്നവും എനിക്ക് കേൾക്കണം, അതിൻ്റെ വ്യാഖ്യാനവും എനിക്ക് കേൾക്കണമെന്ന് രാജാവ് പറയുന്നു. അപ്പോൾ അതുവരെ തൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാ മന്ത്രവാദികളും ആഭിചാരകന്മാരും എല്ലാ ജ്ഞാനമുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും പറഞ്ഞു, രാജാവേ, ഇതൊരു വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണല്ലേ, ഇത് സാധാരണഗതിയിൽ മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം നീ സ്വപ്നം പറയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം. പക്ഷേ സ്വപ്നം പറയാതെ ഞങ്ങൾ എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കും? രാജാവ് വല്ലാതെ കോപപരവശനാകുന്നു. അവരെ എല്ലാം കൊല്ലുവാനുള്ള ഒരു തീരുമാനം രാജാവ് എടുക്കുകയാണ്. ഈ സമയത്ത് നമുക്കവിടെ ദാനിയേലിൻ്റെ ഒരു രംഗപ്രവേശം കാണാം. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ഈ 2-ാം അധ്യായത്തിൻ്റെ തന്നെ 16 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്: ദാനിയേൽ അകത്തു ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. അപ്പോൾ ദാനിയേല് രാജാവിനൊരു അഷ്വറൻസ് കൊടുക്കുകയാണ്, ഞാൻ സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും നിനക്ക് പറഞ്ഞു തരാം, നിനക്കതാണല്ലോ വേണ്ടിയത്, അതുകൊണ്ട് ഞാൻ അത് നിന്നെ ബോധിപ്പിച്ചു തരാമെന്ന് പറയുന്നു. 17-ാമത്തെ വാക്യം: പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിക്കുവാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസര്യാവോടും കാര്യമറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ഇവിടെ ഈ രാജാവിൻ്റെ സ്വപ്നവും വ്യാഖ്യാനവും രാജാവിന് ബോധിപ്പിച്ചു കൊടുക്കാമെന്ന് ദാനിയേൽ പറയുന്നു. ദാനിയേലിന് എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത്? ദാനിയേൽ തൻ്റെ കൂട്ടുകാരായിരിക്കുന്ന ഹനന്യാവിനോടും മീശായേലിനോടും അസര്യാവിനോടും ചെന്ന് പറയുകയാണ്, നമുക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവനും അപകടത്തിലാണ്. രണ്ടാമതായിട്ട് നമ്മളെ ദാനിയേൽ ഈ സന്ധ്യയെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളുടെയും പിന്നിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയാണ് എന്നുള്ളതാണ്. നമ്മൾ പാടിയ പാട്ടുകളിലൊക്കെ തന്നെ ഇവിടെ പ്രിയ ദേവദാസൻ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷനൊക്കെ പാട്ടിൻ്റെ മുൻപ് പറയുമ്പോഴും പറഞ്ഞു, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, അവൻ്റെ കരുണയാണ്, അവൻ തരാത്തതായി നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ ഒന്നുമില്ല. ഇങ്ങനെ ഒരു വിശ്വാസ കൂട്ടായ്മ ഈ ദേശത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ഇടവകയ്ക്ക് 25 വർഷക്കാലം ഇത്രയും അധികം കുടുംബങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന് ആരാധിക്കുവാൻ ഒരു ആലയമുണ്ടായതും ഒരവസരമുണ്ടായതും കാലാകാലങ്ങളിൽ നേതൃത്വത്തിന് നമുക്ക് തക്കതായവരെ ലഭിച്ചതുമൊക്കെ ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മുടെ ഒരു വിശ്വാസ ജീവിതം പോലും ദൈവത്തിൻ്റെ കരുണയാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ദാനിയേൽ തൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമുക്ക് അപേക്ഷിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി അവൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ ലഭിക്കുന്നതെന്ന തികഞ്ഞ ബോധ്യം ദാനിയേലിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദാനിയേലിന് അത് സാധിച്ചത്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ഞാൻ ചോദിക്കും, എങ്ങനെ? ദൈവത്തിൻ്റെ കരുണ അപേക്ഷിച്ചപ്പോൾ ദാനിയേലിന് ആ രഹസ്യം വെളിപ്പെട്ട് കിട്ടി. അതിനുശേഷം ദാനിയേൽ എന്താണ് ചെയ്യുന്നത്? അത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത്. നാം ഓർക്കണം, ആ ദേശത്ത് ആർക്കും സാധിക്കാത്തൊരു കാര്യം ദാനിയേലിന് സാധിച്ചു, അല്ലേ? രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളരെ ജ്ഞാനികളെന്ന് കരുതപ്പെട്ട എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടും അവർക്കാർക്കും സാധിക്കാൻ പറ്റാഞ്ഞൊരു കാര്യം ദാനിയേലിന് ഇവിടെ സാധിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? ഈ രഹസ്യം ഇങ്ങോട്ട് അറിയുന്ന നിമിഷം തന്നെ നമ്മൾ എഴുന്നേറ്റ് രാജാവിൻ്റെ സന്നിധിയിലേക്ക് ഓടും. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത്, ആ രാത്രിയിൽ തന്നെ ഈ രഹസ്യം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്
ദാനിയേൽ അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ഈ ഇടവകയിലെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുക, നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കനുസരിച്ച്, നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും അനുസരിച്ച് ദൈവത്തെ പാടി സ്തുതിപ്പാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ അതിന് അവസരങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ? നമുക്ക് ഒരു കൂട്ടായ്മയ്ക്ക് കൂടുവാൻ ഒരു സാധ്യത നമ്മുടെ ഇടവകയായി തുറന്നു തരുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കാണപ്പെടുന്നുണ്ടോ? എത്രത്തോളം പ്രാധാന്യം ദൈവത്തെ സ്തുതിക്കുന്നതിന് നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യമായി മാറണ്ടേ? ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുകയും ദൈവത്തെ സ്തുതിക്കുവാനായി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ എത്ര മനോഹരമായി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദാനിയേൽ നമ്മെ രണ്ടാമതായി പഠിപ്പിക്കുന്ന കാര്യം അതാണ്. രാജാവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാമായിരുന്നിട്ടും ദാനിയേൽ അവിടെ ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ട് സമയം കണ്ടെത്തുന്നു. ഇവിടുത്തെ 20-ാമത്തെ വാക്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദാനിയേൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ എന്ന് പറയുന്നു. ഇതിനു ശേഷമാണ് രാജാവിൻ്റെ അടുക്കലേക്ക് ദാനിയേൽ ചെല്ലുന്നു. ആ അധ്യായത്തിലെ തന്നെ ഒരു വാക്യം കൂടെ ഞാനൊന്ന് വായിക്കുകയാണ്. 30-ാമത്തെ വാക്യം. രാജാവിൻ്റെ അടുക്കൽ വരുന്ന ദാനിയേൽ എന്താണ് രാജാവിനോട് പറയുന്നത്? എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തനേക്കാളും അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല. 2-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ രാജാവിന്റെ മുൻപിൽ രാജാവ് കണ്ട സ്വപ്നത്തെയും വ്യാഖ്യാനത്തെയും വെളിപ്പെടുത്തുവാൻ നിൽക്കുന്ന ദാനിയേൽ പറയുന്ന വാക്കാണ്: എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തനേക്കാളും അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെയോ സ്വർഗത്തിലെ ദൈവം ഈ രഹസ്യത്തെ വെളിപ്പെടുത്തി തന്നുവെന്നുള്ളതാണ്. അതിനു മുൻപ് 28-ാമത്തെ വാക്യത്തിൽ തന്നെ ദാനിയേൽ പറയുന്നു: എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം നമ്മൾ കൊടുക്കാറുണ്ടോ? അതോ നമ്മളെ തന്നെ ഉയർത്തി കാട്ടുവാനാണോ നാം ശ്രമിക്കുന്നത്? പ്രത്യേകിച്ചൊരു സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഉയർത്തുന്നതിലൊരു പ്രത്യേക സന്തോഷമുണ്ട്. നമ്മുടെ പേര് എവിടെയെങ്കിലും ഒന്ന് എഴുതപ്പെട്ട് കാണുന്നതിലൊക്കെ ഏറെ സന്തോഷിക്കുന്നവരാണ് നമ്മൾ. ഇവിടെ രാജാവിൻ്റെ മുൻപിൽ വന്ന് എനിക്ക് മറ്റൊരുത്തനെക്കാട്ടിലും ജ്ഞാനമില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ദാനിയേലിൻ്റെ ജീവിതത്തിൽ വിനയവും താഴ്മയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മളെ തന്നെ എത്രത്തോളം ഉയർത്തി കാണിക്കുവാൻ പറ്റുമോ ഉയർത്തി കാട്ടുവാൻ ശ്രമിക്കുന്നവരല്ലേ? അങ്ങനെ ഒരു സൈക്കിളിനകത്ത് നമ്മളൊക്കെ പെട്ടുപോകുന്നുണ്ട്. സ്വയം തള്ളിയില്ലെങ്കിൽ, അല്ലേ, നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തി കാട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് കരുതുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയ പോലെയുള്ള മാധ്യമങ്ങളൊക്കെ ഏറ്റവും നന്നായി നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കും. നമ്മുടെ പേര്, നമ്മുടെ ഫോട്ടോ, നമ്മുടെ പോസ്റ്റർ ഇതൊക്കെ എല്ലായിടത്തും വരണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്നവരായി മാറി ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കുവാൻ പലപ്പോഴും പറ്റാതെ പോകുന്നുണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ദാനിയേലിന് ചിന്തിക്കാം, ഈ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിൽ ആർക്കും സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് എല്ലാവരുടെയും മുൻപിൽ ഒരുപക്ഷെ ഒരു വലിയ ഹീറോ ആയി നിൽക്കുവാനുള്ള സാധ്യത ദാനിയേലിന്റെ മുൻപിൽ തുറന്നു വന്നപ്പോഴും ദാനിയേൽ രാജാവിനോട് പറയുകയാണ്: എനിക്ക് മറ്റൊരുത്തനേക്കാളും ജ്ഞാനമോ ശ്രേഷ്ഠതയോ കഴിവോ മിടുക്കോ ഒന്നും ഉണ്ടായിട്ടല്ല. രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു ദാനിയേലിനെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെയും ദാനിയേൽ നമുക്കൊരു വെല്ലുവിളിയല്ലേ? നമ്മുടെ പേര് ഉയർത്തി കാണിക്കേണ്ടുന്നതാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അതോ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടുന്നതാണോ? നമ്മുടെ പേര് 4 പേര് പറയുന്നതാണോ, അതോ നമ്മെ വഴി നടത്തുന്ന ദൈവത്തെ 4 പേര് അറിയുന്നതിലാണോ നമുക്കൊക്കെ സന്തോഷം? മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ നമ്മളെ തന്നെ ഉയർത്തുന്നവരായി മാറുന്നോ, അതോ ദൈവത്തെ ഉയർത്തിക്കാട്ടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളിലൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പേരും പ്രശസ്തിയും നേടിയെടുക്കുന്നവരല്ലേ? ഒന്ന് പാടാൻ അറിയാമെങ്കിൽ, ഒന്ന് വായിക്കാൻ അറിയാമെങ്കിൽ, ഒന്ന് പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ, 4 വാക്ക് ചേർത്ത് പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിലൊക്കെ നമ്മൾ ആരോ ആയി എന്നുള്ള ഭാവം നമ്മളെ ഭരിക്കുന്നില്ലേ? നമുക്കൊരല്പം അഹംഭാവവും അഹങ്കാരവും ഒക്കെ വരുന്നില്ലേ? ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും അഹങ്കാരമുള്ളൊരു മേഖല ആത്മീയ മേഖലയായി മാറിയിട്ടുണ്ട്. നമുക്കൊക്കെ നമ്മളെ തന്നെ ആരോ ആണെന്നുള്ള ബോധത്തിൽ ജീവിക്കുന്നവരായി നാം ഒക്കെ മാറുന്നുണ്ട്. ഇത് ശരിക്കും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടുന്നൊരിടമായി നാം മനസ്സിലാക്കണം. ഇവിടെ ദാനിയേലിന് തന്നെ സ്വയം പ്രദർശിപ്പിക്കാമായിരുന്ന,
തനിക്ക് പേരെടുക്കാമായിരുന്ന ഒരവസരത്തെ ദാനിയേൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരവസരമായി വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമതായി ദാനിയേൽ നമ്മെ പഠിപ്പിക്കുന്നു, നീ ദൈവസന്നിധിയിൽ വിനയം പ്രാപിച്ച് അവന്റെ കരുണയെ പ്രാപിച്ച് അവന് കൊടുക്കേണ്ടുന്ന സ്തുതിയും മഹത്വവും കൊടുത്ത് മറ്റുള്ളവരുടെ മുൻപിൽ കുറച്ചുകൂടി താണ് ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. മറ്റാരെക്കാട്ടിലും ശ്രേഷ്ഠനായതുകൊണ്ടോ ശ്രേഷ്ഠയായതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ ആരും ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുൻപിൽ ഈ വചനവുമായി എഴുന്നേറ്റ് നിൽപ്പാൻ എനിക്കെന്ത് യോഗ്യതയാണ്? അത് അവന്റെ കരുണയും കൃപയും മാത്രമാണ്. ഇവിടെ ഗായക സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നവര് ദൈവത്തിന്റെ കരുണ എന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇങ്ങനെ നിന്ന് പാടുവാന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ സാധിക്കുന്നത്. ഈ ബോധം നമ്മെ ഭരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അറിയാതെ വീണു പോകുന്ന അപകടമാണ് ആത്മീയ അഹങ്കാരവും ആത്മീയ അഹംഭാവവും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ അലേർട്ടായിരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അവിടെ നിന്ന് ഞാൻ മൂന്നാമതായി ദാനിയേലിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ വീണ്ടും കൊണ്ടുവരികയാണ്. ഈ 6-ാം അധ്യായത്തിൽ നാം എത്തുമ്പോഴേക്കും നെബൂഖദ്നേസർ രാജാവിന്റെ വാഴ്ച കഴിഞ്ഞ് അടുത്ത രാജാവായിരിക്കുന്ന ദാര്യാവേശ് രാജാവ് രാജത്വം പ്രാപിക്കുന്നു. ഈ ദാര്യാവേശ് രാജാവിന്റെ ഹൃദയത്തിലും ദാനിയേലിനൊരു വലിയ സ്ഥാനമുണ്ടാകുന്നു. ഈ 6-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം കാണുന്നുണ്ട്, രാജ്യം ഭരിക്കേണ്ടുന്നതിന് രാജ്യത്തിൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ 3 പേരിൽ ഒരുവനായി ദാനിയേൽ മാറുകയാണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അടിമയായി പിടിക്കപ്പെട്ടുകൊണ്ട് വന്ന ചെറുപ്പക്കാരനാണ് ദാനിയേൽ. എന്നാൽ ആ ദേശത്ത് അടിമയായി കടന്നു വന്ന ദാനിയേൽ ഇപ്പോൾ ആരായി? ആ രാജ്യത്തെ 3 പ്രധാന ദേശാധിപതിമാരിൽ ഒരുവനായി ദാനിയേൽ മാറി. ഇതിനാരാണ് ദാനിയേലിനെ സഹായിച്ചത്? സ്വർഗത്തിലെ ദൈവം. ഇതിന്റെ ആരംഭം എവിടെയാണെന്ന് നാം മറക്കരുത്. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവിന്റെ മേശമേൽ വിളമ്പുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ച ദാനിയേലിനെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ ദാനിയേൽ നിൽക്കുന്നത് എവിടെയാ? ആ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ തൊട്ട് താഴെ 3 ദേശാധിപതിമാരിൽ ഒരുവനായി ദാനിയേലിനെ രാജാവ് അപ്പോയിന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. നമുക്കറിയാലോ, ഒരടിമയായിട്ട് ഒരു ദേശത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പടിപടിയായി ഉയർന്നു വന്ന ഒരു വ്യക്തിയെ മറ്റുള്ളവരെങ്ങനെയായിരിക്കും കാണുന്നത്? അസൂയയോടുകൂടെ കാണത്തുള്ളൂ, അല്ലേ? ഇപ്പൊ നമ്മുടെ ഇടയിലൊക്കെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഇടയിലേക്ക് വന്ന ഒരാള് പടിപടിയായി ഉയർന്ന് നല്ലൊരു സ്ഥാനത്ത് എത്തുമ്പോ ആ വ്യക്തിയോടൊപ്പം ആത്മാർത്ഥതയോടെ നമ്മളൊക്കെ സന്തോഷിക്കുമോ? അതോ നമ്മളൊക്കെ മാറി നിന്ന് എന്നാലും ഇതെങ്ങനെ അവൻ ഒപ്പിച്ചെടുത്തെന്ന് ചോദിക്കുമോ? നമുക്കൊക്കെ പലപ്പോഴും അങ്ങനെ ഒരു മനോഭാവമുണ്ട്, അല്ലേ? മറ്റൊരാൾ വളരുന്നത് കാണുമ്പോൾ, മറ്റൊരാളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മയും ഒക്കെ വരുന്നത് കാണുമ്പോൾ അവരോടൊപ്പം സന്തോഷിക്കുന്നതിന് പകരം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഒരു അസൂയയുടെ മനോഭാവമാണ്. നമ്മുടെ വീട്ടിലെ കുഞ്ഞിന് മാർക്ക് കുറഞ്ഞു പോകുന്നതിലല്ലല്ലോ നമ്മുടെ സങ്കടം. അയൽവക്കത്തിനെ കൊച്ചിന് അല്പം കൂടെ മാർക്ക് കൂടിയതാണല്ലോ നമ്മുടെ സങ്കടം എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചിന് വീസ കിട്ടിയില്ലെന്നുള്ളതല്ല നമ്മുടെ വിഷയം, അപ്പുറത്തെ കൊച്ചിന് വീസ ലഭിച്ചു എന്നുള്ളതാണ് നമ്മുടെ നീരസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. മനുഷ്യൻ എന്നാരംഭിച്ചിട്ടുണ്ടോ അവന്റെ ജീവിതം അന്ന് മുതൽ ഈ ഒരു അസൂയയുടെ മനോഭാവം ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ഇതിനെ തിരിച്ചറിയുവാനും ഇതിനെ ചെറുത്ത് നിൽക്കുവാനും ഒക്കെയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യം. ഇവിടെ ദാനിയേൽ ഇങ്ങനെ പടിപടിയായി ഉയർന്ന് ദേശത്തിലെ 3 പേരിൽ പ്രധാന ദേശാധിപതിമാരിൽ 3 പേരിൽ ഒരുവനായി മാറിയപ്പോൾ ദാനിയേലിന് ചുറ്റിനും നിൽക്കുന്നവർക്കൊക്കെ ദാനിയേലിനോട് അസൂയ തോന്നി. പിന്നെ അവരുടെ ലൈഫിൽ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ദാനിയേലിനെ ഇല്ലാതെയാക്കണം, എങ്ങനെയെങ്കിലും അവനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ളത് അവരുടെ ലക്ഷ്യമായി മാറുന്നതായിട്ട് ഈ 6-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ്. ഇവിടെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു.
ഇനിയിപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ദാനിയേലിന്റെ ജീവിതത്തിൽ എന്ത് കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ പറ്റും, അത് രാജാവിനെ ബോധിപ്പിച്ചിട്ട് അവനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല എന്നാണ് നാം വായിക്കുന്നത്. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവനിൽ ഒരു തെറ്റും കുറ്റവും കണ്ടെത്തിയില്ല. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഈ തെറ്റും കുറ്റവും കണ്ടെത്തുവാനായിട്ട് ദാനിയേലിന് ചുറ്റിനും നിന്നവരൊന്നും അവന്റെ സുഹൃത്തുക്കളായിരുന്നില്ല, സഹോദരങ്ങളായിരുന്നില്ല, പ്രിയപ്പെട്ടവരായിരുന്നില്ല. ചുറ്റിനും നിന്നവർ മുഴുവൻ അവന്റെ ശത്രുക്കളായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് അവനിൽ യാതൊരു കുറ്റവും കുറവും കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. അതിന്റെ കാരണം നാം ഇപ്പോൾ വായിച്ചിടത്തുണ്ട്. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവനിൽ യാതൊരു കുറ്റവും കുറവും കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റുമോ? നമ്മുടെ ശത്രുക്കളെന്ന് വേണ്ട, നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോലും നമ്മളെക്കുറിച്ച് എന്തോരം കുറ്റം പറയാനുണ്ട്, ഇല്ലേ? നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ കൂട്ടായ്മയിൽ നമ്മളോടൊപ്പം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കൂടുന്നവർക്ക് പോലും നമ്മളെക്കുറിച്ച് നന്മയേക്കാൾ ഏറെ പറയാനുള്ളത് ഒരു പക്ഷേ കുറ്റമായിരിക്കാം. എന്നാൽ ഇവിടെ ദാനിയേലിനെ കുറിച്ച്, ദാനിയേലിന്റെ ജീവിതത്തിലെ കുറ്റങ്ങളെ കണ്ടെത്തുവാൻ നടന്നവർക്ക് പോലും അവന്റെ ജീവിതത്തിൽ യാതൊരു കുറ്റവും കുറവും കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്. കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നുന്ന ഒരു ക്വാളിറ്റിയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടോ? എത്ര ആഴമുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ് വിശ്വസ്തത എന്നറിയാമോ? നമുക്ക് നമ്മളോട് വിശ്വസ്തതയുണ്ടോ? നമുക്ക് ദൈവത്തോട് വിശ്വസ്തതയുണ്ടോ? ജീവിത പങ്കാളിയോട് വിശ്വസ്തതയുണ്ടോ? മക്കളോട്, മാതാപിതാക്കൾക്ക് വിശ്വസ്തതയുണ്ടോ? മക്കൾ എത്രത്തോളം മാതാപിതാക്കളോട് വിശ്വസ്തതയിൽ ജീവിക്കുന്ന കാലഘട്ടമാണിത്. നമുക്ക് നമ്മളുടെ സൗഹൃദ ബന്ധങ്ങളിൽ വിശ്വസ്തതയുണ്ടോ? ഇനി അതിനെയൊക്കെ വളരെ ലളിതമായി ചിന്തിച്ചേ, നമ്മളെ വിശ്വസിച്ച് ആർക്കെങ്കിലും ഒരു രഹസ്യം നമ്മളോട് പറയാൻ പറ്റുമോ? നമ്മളെ വിശ്വസിച്ച് ആർക്കെങ്കിലും ഒരു രഹസ്യം നമ്മളോട് പറയാൻ പറ്റുമോ? ഇവിടെ നിന്ന് പോയി വീട്ടിലെത്തുന്നതിന് മുമ്പ് നമ്മൾ 4 പേരോട് അത് പറഞ്ഞേച്ച് പറയും, ആരോടും എന്താ നമ്മൾ പറയുക? ആരോടും പറയരുതല്ലേ? ഇതാണ് നമ്മുടെയൊക്കെ വിശ്വസ്തത. വളരെ ലളിതമായി ചിന്തിച്ചാൽ നമ്മളുടെ വാക്കുകൾ കൊണ്ട് പോലും നമ്മൾ ആരും വിശ്വസ്തരല്ലാതെ ആയിരിക്കുന്നു. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ ബന്ധങ്ങളിലൂടെ, നമ്മുടെ ഇടപാടുകളിലൂടെ, ജോലി ചെയ്യുന്ന ഇടത്ത് എത്രത്തോളം വിശ്വസ്തതയുണ്ട്? പണമിടപാടുകളിൽ നമ്മളൊക്കെ എത്രത്തോളം വിശ്വസ്തരാണ്? ഈ ഇടവക നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളിൽ നമ്മളൊക്കെ വിശ്വസ്തരാണോ? എല്ലാ മേഖലയിലും കാത്തു പരിപാലിക്കേണ്ടുന്ന വളരെ സവിശേഷതയുള്ള ഒരു ക്വാളിറ്റിയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ഇവിടെ ദാനിയേലിനെ കുറിച്ച് പറയുകയാണ്, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവനിൽ യാതൊരു കുറ്റവും കുറവും കണ്ടെത്തുവാൻ അവന്റെ ശത്രുക്കൾക്ക് പോലും സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദാനിയേൽ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന മൂന്നാമത്തെ സവിശേഷത, നീ നിന്റെ ജീവിതത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് ബോധമുള്ളവളായി ജീവിക്കുവാൻ സാധിക്കണം. എവിടെയാണ് വിശ്വസ്തതയ്ക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കുറവ് വന്നിരിക്കുന്നത്? ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തതയോടെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു ഇടവകയുടെ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിലൊക്കെ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ? സാധ്യതകളെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മളുടെ വിശ്വസ്തതയുമായി ചേർന്ന് ചിന്തിപ്പാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഒരു കുറ്റവും കുറവും ഇവനിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. പിന്നെ അവിടെ ആകെ കൂടെ പറഞ്ഞിരിക്കുന്നത് യാതൊരു കുറ്റവും, 4-ാമത്തെ വാക്യത്തിൽ, എന്നാൽ യാതൊരു കാരണവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. എന്നാൽ അവരൊരു കുറ്റം കണ്ടുപിടിച്ചു. ആ കുറ്റം ഇതാണ്, അവൻ ദേശത്തിലെ രാജാവിനെയല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിനെ ആരാധിക്കുന്നു. എന്നെ വല്ലാതെ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമ്മളെക്കുറിച്ച് കുറ്റം പറയുവാനായി നോക്കി നടക്കുന്നവർക്ക് നമ്മുടെ ജീവിതം കണ്ടിട്ട് ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റുന്നില്ല. അവൾ ഇച്ചിരി കൂടുതൽ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അവൾ എല്ലാ ആരാധനയ്ക്കും കടന്നു പോകുന്നു, അവൾ ഈ വചനം നന്നായിട്ട് വായിക്കുന്നു. ഇതാണോ നമുക്ക് ചുറ്റിനുമുള്ളവർക്ക് നമ്മളെക്കുറിച്ച് പറയാനായിട്ടുള്ളത്?
ഇങ്ങനെയാണോ നമ്മളെക്കുറിച്ച് മറ്റുള്ളവര് ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ കണ്ടുപിടിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ ദാനിയേലിനെ കുറിച്ച് മറ്റൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവന്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, അവന്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അവരൊരു കുറ്റം കണ്ടെത്തുകയാണ്. എത്ര മനോഹരമായ ഒരു സാക്ഷ്യമാണ് ഈ മനുഷ്യൻ്റെ എന്ന് നമ്മൾ ഓർക്കണം. ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, പല മതവിശ്വാസികളുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ, ഈ മനുഷ്യന്റെ വിശ്വാസ ജീവിതമാണ് അവരൊരു തെറ്റായി അല്ലെങ്കിൽ ഒരു തിന്മയായി, ഒരു കുറവായി അവനിൽ കണ്ടെത്തുന്നത്. അവിടെ നിന്ന് മുൻപോട്ട് വായിക്കുന്ന ഭാഗത്താണ് ഈ പറയുന്നവരെല്ലാം കൂടി രാജാവിൻ്റെ അടുത്ത് എന്ന് പറയുന്നു, നമുക്കൊരു തീരുമാനം ഇങ്ങനെ എടുക്കാം, 30 ദിവസത്തേക്ക് രാജാവിനെ അല്ലാതെ വേറെ ആരുടെയെങ്കിലും മുൻപിൽ നമസ്കരിക്കുന്നവനോ പ്രാർത്ഥിക്കുന്നവനോ ഉണ്ട് എങ്കിൽ നമുക്ക് അവനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് തള്ളിയിടണം എന്നൊരു തീരുമാനമെടുക്കാം. അങ്ങനെ രാജാവിന് അത് ബോധ്യമായി, രാജാവിന് ഇഷ്ടമായി അങ്ങനെ ഒരു തീരുമാനം. രാജാവ് അതിനൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. രാജാവ് അത് എഴുതി ഒരു രേഖയായി പുറപ്പെടുവിക്കുന്നു. ഇതിന് ശേഷമുള്ള ഭാഗമാണ് ഞാൻ ആദ്യം കുറിവാക്യമായിട്ട് വായിച്ച 10-ാം വാക്യം. അവിടെ എന്താ വായിച്ചു കേട്ടത്? എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ എന്താ ചെയ്തത്? അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അതായത് തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ദാനിയേൽ ചെയ്തത് എന്താണ്? ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അതിനെ ചിത്രീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഇപ്പോൾ ദാനിയേലിന്റെ പൊസിഷൻ എന്താണ്? ആ രാജ്യത്തെ രാജാവിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന 3 പ്രധാന ഓഫീസേഴ്സിൽ ഒരുവനാണ് ദാനിയേൽ. ഈ രേഖ, അതായത് രാജാവ് ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഇങ്ങനെ ഒരു രേഖ എഴുതിയിട്ടുണ്ടെന്നും അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുകയാണ്, ദാനിയേൽ ഇങ്ങനെ തൻ്റെ ഓഫീസ് റൂമിൽ ഇരിക്കുക, തൻ്റെ ക്യാബിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ദാനിയേൽ എന്താ ചെയ്തത്? തൻ്റെ ഓഫീസ് മുറിയിൽ നിന്ന് എഴുന്നേറ്റ് താൻ താമസിക്കുന്ന തൻ്റെ വീട്ടിൽ ചെന്ന് തൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നുവെന്ന് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു എബ്രായനെ സംബന്ധിച്ച്, ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ യെരുശലേമിന് നേരെ നോക്കിയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും താൻ പാലിച്ചു വന്നിട്ടുള്ള ഒരു പ്രാക്ടീസ്, ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ, അത് ഫോളോ ചെയ്യുവാനായിട്ട് ദാനിയേൽ വീണ്ടും അവസരം കണ്ടെത്തുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? താൻ മുൻപേ ചെയ്തു വന്നതുപോലെ എത്ര പ്രാവശ്യമാ? 3 പ്രാവശ്യം ദൈവത്തിന്റെ സന്നിധിയിൽ നമസ്കരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനെ കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, തൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും പാലിച്ചിരുന്ന ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ, ഒരു ആത്മീയ ചിട്ടയായിരുന്നു ഈ 3 പ്രാവശ്യം മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? നമ്മൾ ഏറ്റവും എളുപ്പം പറയുന്ന കാരണം എന്താ? സമയം ഇല്ല, അല്ലേ? പ്രാർത്ഥിക്കാനൊന്ന് ഇരിക്കാനായിട്ട് നമുക്ക് എന്തില്ല? സമയം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കാരണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, ദാനിയേല് ആ രാജ്യത്തെ രാജാവിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന, ആ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന മനുഷ്യനല്ലേ? ഇന്നത്തെ കാലത്തെ കൂട്ട് രാജാവിന് നേരെ ഇമെയിൽ അയക്കാൻ പറ്റത്തില്ല, വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടാൻ പറ്റത്തില്ല, ചെന്ന് കാര്യം ബോധിപ്പിക്കണം, അല്ലേ? ഒരു ടെക്നോളജിയുടെയും സഹായമില്ലാതെ ഒരു ദേശത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞും അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന മനുഷ്യന് 3 നേരം പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുവാൻ സാധിച്ചുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇനിയും ഈ ഒരു എക്സ്ക്യൂസ് പറയാനായിട്ട് സാധിക്കുമോ? സമയമില്ലാത്തത് കൊണ്ട് പള്ളി വരാൻ പറ്റുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട് കൺവെൻഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട് പ്രാർത്ഥന മുടങ്ങിപ്പോകുന്നുവെന്ന് പറയുവാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? ഒരു ദേശത്തിലെ രാജാവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും 3 നേരം യെരുശലേമിന് നേരെ തൻ്റെ മുറിയുടെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തിയെങ്കിൽ ഈ മനുഷ്യൻ എനിക്കും നിങ്ങൾക്കും ഒരു വെല്ലുവിളിയായി മാറേണ്ടുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് ഓർക്കണം,
ഈ ദാനിയേലിനെ സംബന്ധിച്ച് ഭയന്നല്ല അവൻ പ്രാർത്ഥിക്കാനിരുന്നതെന്ന് ഓർക്കണം. അവന്റെ ജീവിതത്തിന്റെ ചര്യയുടെ ഭാഗമായിരുന്നു ഈ പ്രാർത്ഥനാ ജീവിതം. അതുകൊണ്ട് രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ദാനിയേലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അവൻ അവന്റെ ജീവിതത്തിൽ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, വേണമെന്നുണ്ടെങ്കിൽ അവൻ ഈ കിളിവാതിൽ തുറന്നിടാതെ പ്രാർത്ഥിക്കാമായിരുന്നു. നമ്മളാണെ അങ്ങനെ ചെയ്യും. കാരണം ഇത് പുറത്താരും അറിയരുതില്ല. കാരണം അറിഞ്ഞാൽ പ്രശ്നമാണ്. അറിഞ്ഞാലാണല്ലോ നമ്മളെ സിംഹക്കുഴിയിലേക്ക് ഇടുന്നത്. അതുകൊണ്ട് അറിയാതെ വേണേ വീട്ടിനകത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കാമെന്ന് വേണേ ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ദാനിയേലിന്. പക്ഷേ ഹി ഡിഡ് നോട്ട് ഫിയർ ഡെത്ത്. അവനെ സംബന്ധിച്ച് സിംഹത്തിന്റെ ഗുഹയോ സിംഹത്തിന്റെ വായോ മരണമോ ഒന്നും തന്നെ ഭയപ്പെടുത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് താൻ ചെയ്തു വന്നിരുന്നത് പോലെ ചെയ്യുവാനായിട്ട് ദാനിയേലിന് സാധിച്ചത്. ഇത് കണ്ട തൻ്റെ ശത്രുക്കൾ രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അവനെക്കുറിച്ച് പറയുന്നു, രാജാവ് അത്യന്തം വ്യസനിക്കുന്നു എന്ന ഭാഗം പറയുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, ദാനിയേലിനെ പോലെ ഒരു മനുഷ്യൻ എങ്ങനെ ഈ രാജാവിനെ സ്വാധീനിക്കാതിരിക്കും? ദാനിയേലിനെ പോലെ വിശ്വസ്തനായിരിക്കുന്ന, ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ മാതൃകയായി ജീവിക്കുന്ന ഈ മനുഷ്യൻ എങ്ങനെ ഈ രാജാവിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാതെ ഇരിക്കും? അതുകൊണ്ടല്ലേ താൻ പുറപ്പെടുവിച്ച കൽപ്പന ആയിരുന്നിട്ടും ദാനിയേലിനെയാണ് സിംഹക്കുഴിയിലേക്ക് ഇടേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കിയ രാജാവ് സൂര്യൻ അസ്തമിക്കുവോളം ഈ മനുഷ്യനെ എങ്ങനെയും രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു എന്ന് ഓർക്കണം. അത്രയധികം ഈ രാജാവിനെ സ്വാധീനിക്കുവാൻ ദാനിയേലിന് സാധിച്ചു. അടുത്ത ചോദ്യം നമ്മളോട് തന്നെയാണ്. നാം ഈ കാലം അത്രയും ഈ പ്രദേശത്ത് ജീവിച്ചിട്ട് എത്ര പേരെ നമ്മളുടെ വിശ്വാസ ജീവിതം കൊണ്ട് സ്വാധീനിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? നമ്മുടെ വീട്ടിൽ നാം ഒരു സ്വാധീനമാണോ? അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഇടവകയിലെ മുതിർന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ, പഠിക്കുന്ന ഇടങ്ങളിൽ കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു ക്രൈസ്തവ സ്വാധീനം നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ ക്രൈസ്തവ വിശ്വാസി ആയതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ച് നിർത്തുന്ന എന്ത് സ്വഭാവത്തിനുടമയാണ് ഞാനും നിങ്ങളുമൊക്കെ? നമ്മൾ ജീവിക്കുന്നത് അനേകരുടെ മധ്യത്തിലാണ്, അല്ലേ? എന്നെ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് രജീഷാണ്. അപ്പോൾ രജീഷ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ക്രൈസ്തവര് മാത്രമല്ല, അക്രൈസ്തവരായ അനേകരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, പരസ്പരം വളരെ സഹകരണത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളുടെ അക്രൈസ്തവ സഹോദരങ്ങളുടെ ഇടയിൽ നമ്മളുടെ സാക്ഷ്യം എന്താണ്? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടം ക്രിസ്തീയ മതത്തിനൊക്കെ വലിയ വെല്ലുവിളിയാണ്, ക്രിസ്തീയ മതത്തിന് ശത്രുക്കളൊക്കെ പുറത്തുനിന്ന് വരുന്നുവെന്ന്. എൻ്റെ വിചാരം, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ശത്രുക്കൾ പുറത്തല്ല, അകത്താണ്. കാരണം എനിക്കും നിങ്ങൾക്കും ഈ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കാതെ പോകുന്നതാണ് ഈ വിശ്വാസത്തിന്റെ തകർച്ചയെന്ന് നമ്മൾ മറന്നു പോകരുത്. ഒരു യഥാർത്ഥ സാക്ഷ്യം ഈ സമൂഹത്തിൽ നിലനിർത്തുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കാതെ പോകുന്നത് കൊണ്ട് മൂല്യശോഷണം സംഭവിക്കുന്നത് ഈ വിശ്വാസത്തിനാണ്. അതുകൊണ്ട് ഇതിന് പുറത്താണ് ശക്തികളെന്ന് നമ്മൾ ആരും എഴുതി തള്ളരുത്. നമ്മുടെ ഉള്ളിലാണ് നമ്മളെ തകർക്കുന്ന ശക്തികൾ. നമുക്ക് ഈ വിശ്വാസത്തിനനുസരിച്ച്, ഈ വിശുദ്ധ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട് ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത, ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത ഒരു വിശ്വാസ സമൂഹമായി നാം മാറുന്നുണ്ട്. വർഷാവർഷം കൺവെൻഷൻ ഉണ്ട്, ക്യാമ്പുണ്ട്, കോൺഫറൻസ് ഉണ്ട്, പരിപാടികൾക്ക് യാതൊരു കുറവും ഒരു സഭയിലും ഇല്ല. ഞാൻ മാർത്തോമ സഭയിലെ ഒരു പട്ടക്കാരന്റെ ഭാര്യയാണ്. മാർത്തോമ സഭയിലും പിടിപ്പത് പ്രോഗ്രാമും ആക്ടിവിറ്റിയാ. വർഷം തുടങ്ങുമ്പോഴേ നമ്മൾ അങ്ങ് ചാർട്ട് ചെയ്യും ഒരു വർഷത്തിൽ എന്തൊക്കെ വേണമെന്ന്. എവിടെയാണ് വിശ്വാസം? എവിടെയാണ് ക്രിസ്തു? എവിടെയാണ് ദൈവത്തിന് പ്രാധാന്യം? ഇവിടെ ദാനിയേൽ തന്റെ വിശ്വാസ ജീവിതം കൊണ്ട് ആ ദേശത്തിലെ രാജാവിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയെന്ന് പറയുമ്പോൾ എന്നെയും നിങ്ങളെയും വല്ലാതെ വെല്ലുവിളിക്കേണ്ടത് ഒരു ക്യാരക്ടറായി ദാനിയേൽ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രാജാവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ദാനിയേലിന് സാധിച്ചത്. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ തൻ്റെ വിശ്വാസ ജീവിതത്തിലെ മൂല്യങ്ങൾ ആരുടെയും മുൻപിൽ അടിയറവ് വെക്കാതെ ജീവിക്കുവാൻ ദാനിയേൽ പഠിച്ചു. ഇനിയും എന്താ സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം. സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാനിയേലിനെ തള്ളിയിട്ട് രാജാവ് അന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല. ആ മനുഷ്യനൊന്നും കഴിച്ചില്ല. തന്റെ സന്നിധിയിലേക്ക് വെപ്പാട്ടികളെ കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞു. അത്യന്തം വ്യസനിച്ചൊരു രാജാവ് ഒരു രാത്രി മുഴുവൻ കഴിച്ചിട്ട് പിറ്റേന്ന് അതികാലത്ത് എഴുന്നേറ്റ് ഈ സിംഹത്തിന്റെ കുഴിയുടെ ഗുഹയുടെ വാതിൽക്കല രാജാവ് ചെന്നു എന്നാ പറയുന്നത്. ഏത് രാജ്യത്തെ രാജാവാണ് അത് ചെയ്യുക?
തന്റെ കൽപ്പനയ്ക്കനുസരിച്ച് കുഴിയിലേക്ക്, സിംഹത്തിന്റെ വായിലേക്ക് എറിയപ്പെട്ട ഒരു മനുഷ്യനെ അന്വേഷിച്ച് അതികാലത്ത് ബന്ധപ്പെട്ട ആ സിംഹത്തിന്റെ ഗുഹയുടെ വാതിൽക്കൽ ചെന്ന് നിന്ന് രാജാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ രക്ഷിച്ചോ എന്ന ചോദ്യം മതി ദാനിയേലിന്റെ സാക്ഷ്യം എന്തെന്ന് തിരിച്ചറിയാൻ. വാട്ട് എ പവർഫുൾ ടെസ്റ്റിമണി അബൌട്ട് ദ ലൈഫ് ഓഫ് ഡാനിയേൽ. ഈ മനുഷ്യന്റെ ജീവിതത്തെ സാക്ഷിക്കുന്നത് ആ ദേശത്തെ രാജാവാണെന്ന് ഓർക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തെ ആര് സാക്ഷിക്കും? നമ്മുടെ ജീവിത പങ്കാളി സാക്ഷിക്കുമോ? 10, 30, 40 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് നമ്മുടെ ജീവിത പങ്കാളി നമ്മളുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് എന്ത് പറയും? നമ്മുടെ മക്കൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് എന്ത് പറയും? എൻ്റെ അപ്പന്റെ ദൈവം, എൻ്റെ അമ്മയുടെ ദൈവം എന്നൊക്കെ പറഞ്ഞിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾ അത് നമ്മളെ കുറിച്ച് പറയുമോ? എൻ്റെ അപ്പച്ചന്റെ ദൈവം, എൻ്റെ അമ്മച്ചി ഇടപെടാതെ സേവിച്ചിരുന്നതും വിളിച്ചിരുന്നതുമായ ദൈവനാമമെന്ന് നമ്മളെക്കുറിച്ച് നമ്മുടെ മക്കളും ഒക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ആ രാജ്യത്തെ രാജാവ് മാത്രമല്ല, രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ സിംഹത്തിന്റെ ഗുഹയിൽ നിന്നുകൊണ്ട് ദാനിയേൽ പറയുന്നു, ഞാൻ നിന്നോടോ സ്വർഗത്തിലെ ദൈവത്തോടോ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം സിംഹത്തിന്റെ വായെല്ലാം അടച്ചു കളഞ്ഞു. അല്ലേ? ഇതിനേക്കാൾ മനോഹരമായ ഒരു സാക്ഷ്യവും ഒരു അനുഭവവും ഒരുപക്ഷെ ദാനിയേലിന് തന്റെ ജീവിതത്തിൽ പറയാനുണ്ടായിരുന്നില്ല. അതിനുശേഷം ദാര്യാവേശ് രാജാവ് ആ ദേശത്തൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ദാനിയേലിന്റെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരും ആരാധിപ്പാനായിട്ട് പാടില്ല. നമ്മളൊന്ന് ഓർക്കണം, ദാനിയേലിന്റെ ജീവിതത്തിലെ സവിശേഷതകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായി മാറണം. ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും അശുദ്ധമാക്കുന്നത് എന്തെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം നമുക്കുണ്ടാവണം. അത് ഭവനത്തിന് പുറത്തു നിന്നല്ല, ഭവനത്തിനകത്തും നമ്മുടെയൊക്കെ കൈകളിലും ഹൃദയത്തിലുമുള്ള പലതുമാണ് നമ്മളെ അശുദ്ധമാക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. അശുദ്ധമാക്കുന്നത് എൻ്റെ ജീവിതത്തിലും ഹൃദയത്തിലും വേണ്ട എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് നമ്മളെ ദാനിയേൽ പഠിപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വത്തെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അവന്റെ കരുണയൊന്ന് മാത്രമാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അവനെ സ്തുതിക്കേണ്ടുന്ന സമയത്തും ഇടത്തും സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം. മറ്റാരെക്കാട്ടിലും ഞാൻ ശ്രേഷ്ഠനല്ല, ശ്രേഷ്ഠയല്ല എന്നുള്ള ചിന്ത നമ്മളെ ഓരോരുത്തരെയും ഭരിക്കേണ്ടുന്നത് ആവശ്യം. പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഞാൻ ആരോ ആയി എന്നുള്ള ഭാവം ഒരുപക്ഷെ നമ്മുടെ ആരാധനാ ജീവിതത്തിന് പോലും തടസ്സമായി മാറുന്നുണ്ടെന്ന് നാം മറന്നു പോകരുത്. മൂന്നാമതായി ദാനിയേൽ നമ്മെ പഠിപ്പിക്കുന്നു, വിശ്വസ്തതയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തയായിരിക്കുക. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും വിശ്വസ്തരായി കാണപ്പെടുവാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു സ്വാധീനമാകുവാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയും, God has called us to be faithful, not successful. God has called us to be faithful, not successful. വിജയാളികളാകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, മറിച്ച് വിശ്വസ്തരായിരിക്കുവാനാ. നാം വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന വിജയങ്ങൾ അവൻ നൽകിത്തരും. പക്ഷെ നമുക്കൊക്കെ എന്താ താല്പര്യം? എപ്പോഴും വിജയം കൈവരിക്കണം എന്നുള്ളത് മാത്രമാണ്. വിജയം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസ്തരായി കാണപ്പെടുവാൻ നമുക്ക് സാധിക്കണം. നാലാമതായി ദാനിയേൽ നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുവാൻ നിനക്ക് സാധിക്കണം. മുൻപേ ചെയ്തു വന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, 25 വർഷങ്ങൾക്ക് മുൻപ് ഈ ദേശത്ത് ആരാധിച്ചിരുന്ന ഒരു ചെറിയ കൂട്ടത്തിന്റെ ആത്മീയ തീക്ഷ്ണത ഇന്നത്തെ ഈ കൂട്ടത്തിനുണ്ടോ? നമ്മളുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ പാട്ടുകൾക്ക്, നമ്മുടെ വചന ധ്യാനത്തിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ആത്മീയ തീക്ഷ്ണത നമുക്കുണ്ടോ? പണ്ടൊക്കെ ഒരു ക്രിസ്തീയ ഭവനമാണ് ഒരു വീട് എന്ന് തിരിച്ചറിയുവാൻ സന്ധ്യയിൽ ആ വീട്ടിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന മതിയായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയാണോ? നമ്മുടെയൊക്കെ വീടുകളിൽ സന്ധ്യയ്ക്ക് കേൾക്കുന്ന ശബ്ദം എന്താണ്? നമ്മൾ സ്വയം ചോദിക്കണ്ടേ? മറ്റ് മതസ്ഥരുടെ മധ്യത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ പലപ്പോഴും മറ്റു മതത്തിലുള്ളവർക്ക് പോലും ആശ്വാസമായി മാറിയിരുന്ന ഇടങ്ങളും സമയങ്ങളും ഉണ്ടായിരുന്നു. ഒരു സന്ധ്യാപ്രാർത്ഥന നമ്മുടെയൊക്കെ ഭവനത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ലേ? ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഒക്കെ നഷ്ടപ്പെടുത്തി നമുക്ക് എങ്ങനെ ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കും? അതുകൊണ്ട് ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായി മാറണം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഈ പ്രദേശത്ത്
ഒരു സാക്ഷ്യമായി നിലകൊള്ളുവാൻ, മറ്റുള്ളവരുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഒരു സ്വാധീനം ചെലുത്തുന്ന വ്യക്തിത്വങ്ങളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്താം.